നമസ്കാരം. നമ്മുടെയൊക്കെ ഉള്ളിൽ ചില പരിമിതികളില്ലേ? ഒരു ചങ്ങല പോലെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങൾ. ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിയാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇത് വെറുമൊരു കഥയല്ല, വിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥയാണ്. കണ്ണാടിയിലെ തീയുടെ കഥ. ഒഴിഞ്ഞ പോക്കറ്റിലുള്ളൊരു പയ്യന് എങ്ങനെയാ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ആലോചിച്ചു നോക്കൂ. ഈയൊരു ചോദ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനത്തിന്റെ കാതൽ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത്, അല്ലേ? അപ്പോൾ ഈയൊരു ചോദ്യത്തിനെ നമ്മുടെ കഥാനായകൻ എങ്ങനെയാ നേരിട്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഥയുടെ ഹൃദയം അത് കബീർ എന്നൊരു പയ്യനാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളും നെഞ്ചിലേറ്റ് ജീവിച്ചിരുന്ന ഒരു പാവം കുട്ടി. ശരിക്കും പറഞ്ഞാൽ കബീറിന്റെ ജീവിതം രണ്ട് ലോകങ്ങളിലായിട്ടായിരുന്നു. ഒരു വശത്ത് അവന്റെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യം, അതായത് കീറിയ ഷൂസ്, പഴകിപ്പൊളിഞ്ഞ ബാഗ്, പിന്നെ എപ്പോഴും കാലിയായ പോക്കറ്റുകൾ. പക്ഷെ മറുവശത്ത് അവന്റെ മനസ്സിൽ വേറൊരു ലോകം തന്നെയുണ്ടായിരുന്നു. സ്വന്തം വിധിയെ മാറ്റിമറിക്കണം, വീട്ടുകാരെ സഹായിക്കണം, വലുതായി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ ഒരു വലിയ ലോകം. പക്ഷേ നിങ്ങൾക്കറിയോ, ഈ കാണുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ അപ്പുറത്ത് തന്റെ ഭാവി ഇന്നത്തെ ഈയൊരവസ്ഥയിൽ ഒതുങ്ങിപ്പോവില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ചുറ്റുമുള്ളവർ എത്ര കളിയാക്കിയിട്ടും എത്ര സംശയിച്ചിട്ടും അതൊന്നും അവനെ ഒരു തരി പോലും തളർത്തിയില്ല. അതുതന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ ശക്തി. ഓക്കേ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കബീറിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷമാണ്. ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാം. അവൻ ജ്ഞാനിയായ ഗുരുജിയെ കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭം, ആ ഒരൊറ്റ കണ്ടുമുട്ടൽ, അത് മതിയായിരുന്നു അവന്റെ ജീവിതം ആകെ മാറ്റിമറിക്കാൻ. അവിടെ വെച്ച് ഗുരുജി കബീറിനോട് വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചു. നിന്റെ ആ വേദനയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തീ, അത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം, അതൊരു താക്കോല് പോലെയായിരുന്നു. സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ, അവിടെ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശക്തിയെ കണ്ടെത്താൻ അവനെ പ്രേരിപ്പിച്ചത് ആ ചോദ്യമാണ്. അപ്പോ എന്തായി പറയുന്ന തീ? ഗുരുജി അതിന് വളരെ വ്യക്തമായൊരു നിർവചനം തന്നെ കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വിശ്വാസമാണ്. ധൈര്യവും അച്ചടക്കവും. ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മളതിനെ വളർത്തിയെടുക്കണം. കാരണം ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രികളിൽ പോലും നമ്മുടെ വഴിക്ക് വെളിച്ചം തരുന്നത് ആ തീയായിരിക്കും. പിന്നെ ഗുരുജി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതായിരുന്നു. നോക്ക്, ആളുകൾ നിന്റെ കണ്ണാടി പൊടി കൊണ്ട് മൂടാൻ നോക്കും, സംശയമില്ല. പക്ഷെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ അത് തുടച്ചുകൊണ്ടേയിരിക്കണം. അതായത് സിമ്പിളായി പറഞ്ഞാൽ, മറ്റുള്ളവരുടെ വാക്കുകളല്ല, നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ പ്രതിബിംബത്തെ തെളിച്ചമുള്ളതാക്കുന്നത്. അപ്പോ ഉപദേശം മാത്രം കേട്ടിരുന്നാൽ മതിയോ? പോരല്ലോ. ആ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് മാറ്റാനുള്ള സമയമായി. 1000 ചുവടുകളുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം അതവിടെ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു വശത്ത് അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നു. മരുന്ന് വാങ്ങാൻ പോലും പലപ്പോഴും കയ്യിൽ കാശുണ്ടാവില്ല. മറുവശത്ത് അച്ഛൻ ദിവസം മുഴുവൻ വെയിലത്ത് പണിയെടുത്തിട്ടും സന്ധ്യയാകുമ്പോൾ വെറും കൈയോടെ വീട്ടിലേക്ക് വരുന്ന ഒരു പാവം കർഷകൻ. സത്യം പറഞ്ഞാൽ ഈ കഷ്ടപ്പാടുകളൊന്നും കബീറിനെ തളർത്തിയില്ല. പകരം അവന്റെ ഉള്ളിലെ ആ തീയില്ലേ, അതിനെ കൂടുതൽ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു കബീറിന്റെ ദിനചര്യ. രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം ചായക്കടയിൽ ജോലിക്ക് പോകും. കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ഒരു മെക്കാനിക്കിന്റെ കയ്യിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കും. രാത്രി ഗ്രാമം മുഴുവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു മങ്ങിയ റാന്തലിന്റെ വെളിച്ചത്തിലിരുന്ന് അവൻ പഠിക്കും, സ്വന്തം ഭാവിക്കു വേണ്ടി. ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് അവൻ അവന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഓടുകയായിരുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ കഠിനാധ്വാനത്തിനൊരു ഫലം വേണ്ടേ? തീർച്ചയായും ഉണ്ടാവും. കബീർ തന്റെ ജീവിതകഥ തന്നെ മാറ്റിയെഴുതാൻ തുടങ്ങുകയായിരുന്നു. അവന്റെ ജീവിതത്തിലുണ്ടായ ആ വലിയ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അവൻ തുടങ്ങിയത് എവിടുന്നാണെന്നറിയോ? ഒരു ചെറിയ മൊബൈൽ റിപ്പയർ ബിസിനസ്സിൽ നിന്ന്. പതിയെ അതൊരു കുഞ്ഞ് ഇലക്ട്രോണിക്സ് കടയായി. ആ ഒരു കട അവന്റെ കഠിനാധ്വാനം കൊണ്ട് 3 കടകളായി വളർന്നു. ഒടുവിൽ അവൻ സ്വന്തമായൊരു ബ്രാൻഡ് തന്നെ ലോഞ്ച് ചെയ്തു. നോക്കൂ, ഓരോ ചുവടും അവന്റെ വിശ്വാസത്തിന്റെയും ആ കഠിനാധ്വാനത്തിന്റെയും വിജയമായിരുന്നു. അവന്റെ ആ ഒരു സ്ഥിരോത്സാഹത്തിന്റെ നേർസാക്ഷ്യം. ഇനി കേൾക്കാൻ പോകുന്നതാണ് ഒരുപക്ഷെ വിജയത്തിന്റെ ഏറ്റവും മധുരമുള്ള പ്രതിഫലം. ഒരു കാലത്ത് ആ ഒഴിഞ്ഞ പോക്കറ്റുകാരൻ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചില്ലേ, അതേ ആളുകൾ ഇന്ന് അവന്റെ ഓഫീസിന് പുറത്ത് ഒരു ജോലിക്കു വേണ്ടി കാത്തു നിൽക്കുകയാണ്. കണ്ടില്ലേ, അവന്റെ പ്രവൃത്തികൾ ആ കണ്ണാടിയിലെ പൊടിയൊക്കെ എന്നേക്കുമായി തുടച്ചു നീക്കിയിരുന്നു. അപ്പോൾ കബീറിന്റെ കഥ ഇവിടെ തീരുന്നില്ല. സത്യത്തിൽ ഇത് വെറും കബീറിന്റെ കഥയല്ല, ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു പാഠമാണ്. കാരണം നിങ്ങളുടെ അധ്യായം തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കണ്ണാടിയിലെ തീ എന്താണ്? നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു സ്വപ്നം, അതെന്താണ്?
ഒരു നിമിഷം അതിനെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ. അവസാനമായി ഗുരുജിയുടെ ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. സ്വപ്നങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിലുള്ള പണം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ പോക്കറ്റിൽ എന്തുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് നോക്കുക. കബീറിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ തീ കെടാതെ സൂക്ഷിക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്വന്തം കഥ മാറ്റി എഴുതുക.